ഫ്രണ്ട്സ്, നമുക്കൊന്ന് ചപ്പാത്തിയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയും കളർഫുള്ളായിട്ടുള്ള കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യം വേണ്ടത് സവാളയാണ്. 2 സവാള എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളകും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പയർ പരിപ്പാണ്. ഞാൻ ഇവിടെ ചെറുപയർ വറുത്ത് പൊടിച്ച് പരിപ്പാക്കി അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് പരിപ്പായിട്ട് വാങ്ങാൻ കിട്ടും, അതായാലും മതി കേട്ടോ. അതും ഒന്ന് വറുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് വേവിച്ച് നമ്മുടെ പയർ പരിപ്പൊക്കെ വെന്ത് വരുന്ന സമയത്തിന് ഇവിടെ ടൊമാറ്റോയും സവാളയെല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ഈ സമയം അതിലേക്ക് ഒരു പിടി ചുമന്ന ചീര കൂടെ ചേർത്ത് കൊടുക്കണം. ചീര നന്നായിട്ട് മിക്സ് ചെയ്ത് ചീര ഒരു പകുതി വേവക്കാവുന്ന സമയത്തിന് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പയർ പരിപ്പില്ലേ, അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ പാലക്ക് കറി വയ്ക്കുന്ന അതേ പ്രോസസ്സാണ് കേട്ടോ ഈ കറി വയ്ക്കുന്നത്. അപ്പം തിളച്ച് ഇത് കുറുകിയൊക്കെ വരുന്ന സമയത്ത് ലാസ്റ്റിലെത്തിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ട് റെഡി. അപ്പം നമ്മുടെ ചപ്പാത്തിയുടെ മാവെല്ലാം റെഡിയായി കിട്ടി. ചപ്പാത്തി പരുത്തി ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.